Hello my dear students, welcome to Learner's World. In this video, I talk about The Times They Are Changing, written by Bob Dylan, Part 1. Bob Dylan, born in 1941, and he is a versatile genius. He is a folk rock singer, stage performer, songwriter, film actor, painter, and music director. ബോബ് ഡിലൻ ബോൺ ചെയ്തിട്ടുള്ള 1941 അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണെന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഫോക്ക് റോക്ക് സിംഗറാണ്, അതുപോലെ സ്റ്റേജ് പെർഫോമറാണ്, അതുപോലെ സോങ് റൈറ്ററാണ്, ഫിലിം ആക്ടറാണ്, പെയിൻറ്ററാണ്, മ്യൂസിക് ഡയറക്ടറാണ്. ആൻഡ് ഹീ ഈസ് ദ ഫസ്റ്റ് ലിറിസിസ്റ്റ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2016. അതുപോലെ അദ്ദേഹം ആദ്യമായിട്ടൊരു സോങ് റൈറ്റർക്ക്, അതായത് ഒരു ഗാനരചയിതാവിന് നൊബേൽ സമ്മാനം കിട്ടുന്നത് നമ്മളുടെ ബോബ് ഡിലനാണെന്നാണ് പറയുന്നത്. 2016 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ അദ്ദേഹത്തിന് കിട്ടുന്നത്. ഹി വാസ് ബോൺ ഇൻ മിന്നസോട്ട, ദ USA, ഇൻ എ ജൂയിഷ് ഫാമിലി. അദ്ദേഹം അമേരിക്കയിലുള്ള മിന്നസോട്ടയിലെ ഒരു യഹൂദ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. During his university days, he started performing folk and country songs at local cafes. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ പ്രദേശത്തുള്ള കഫേകളിലൊക്കെ കൺട്രി സോങ്സ് ഒക്കെ പാടുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹിസ് ആക്ച്വൽ നെയിം വാസ് റോബർട്ട് അലൻ സിമ്മർമൻ, ബട്ട് ഹി ടുക്ക് ദ നെയിം ബോബ് ഡിലൻ ഫ്രം ദ പോപ്പുലർ വെസ്റ്റേൺ ടെലിവിഷൻ സീരീസ് ഗൺസ്മോക്ക്. അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള റിയൽ നെയിം റോബർട്ട് അലൻ സിമ്മർമൻ ആയിരുന്നു. വെസ്റ്റേൺ ടെലിവിഷൻ സീരീസിലെ ഗൺ സ്മോക്ക് എന്ന പ്രോഗ്രാമിൽ നിന്നും ആണ് ബോബ് ഡിലൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. ഹിസ് പോയട്രി വാസ് ഇനീഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എൽവിസ് പ്രസ്ലി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളിലൊക്കെ എൽവിസ് പ്രസ്ലി മുതലായ ആളുകളുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹിസ് പ്രൊഫഷണൽ കരിയർ ബിഗാൻ ഇൻ 1960 ആസ് എ റോക്ക് സിംഗർ ഓഫ് ബ്ലൂസ് ആൻഡ് ഫോക്ക് ട്രഡീഷൻ, ഹ്യൂജ്ലി പോപ്പുലർ ദെൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങിയത് 1960. ആ ഒരു സമയത്താണ് അദ്ദേഹം കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഗാനങ്ങളൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു ഫേമസ് സോങ്സ് ആണ് ബ്ലോവിങ് ഇൻ ദ വൈൻഡ് ആൻഡ് എ ഹാർഡ് റെയിൻസ്, എ ഗോന്ന ഫാൾ, എ ടൈംസ് ദേ ആർ ചേഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഫേമസ് ആയിട്ടുള്ള സോങ്സ് ആണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. ദെൻ ദ സ്കോപ്പ് ഓഫ് ലിറ്ററേച്ചർ ഈസ് റീഡിഫൈൻഡ്. അപ്പോൾ സാഹിത്യത്തിനൊരു പുതിയ ശാഖകൾ വരികയാണെന്നാണ് പറയുന്നത്. ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ പോയട്രി ആൻഡ് സോങ് ലിറിക്സ്, ബിറ്റ്വീൻ ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ, ബിറ്റ്വീൻ എസ്തെറ്റിക് ആൻഡ് പോപ്പുലർ ആർ എറേസ്ഡ്. അതായത് പോയട്രിയും അതുപോലെ സോങ്സും ഫിക്ഷനും നോൺ ഫിക്ഷനും എസ്തെറ്റിക്കും പോപ്പുലറും ഒക്കെ ഇവയിലൊക്കെ വ്യത്യാസങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് സാഹിത്യത്തിൻ്റെ പുതിയ ശാഖകൾ വരികയാണ്. അപ്പോൾ പോയട്രി, നോൺ ഫിക്ഷൻ, ഫിക്ഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. Literature is evolving through new genres. Bob Dylan redefined poetry by making it more lyrical and contemporary as the Greek classical poets and the British romantic writers did. പിന്നീട് പറയുന്നത്, അതായത് ബോബ് ഡിലിൻ്റെ പോയട്രി കൂടുതൽ സംഗീതമയമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പോയട്രി ഗ്രീക്ക് ക്ലാസിക്കൽ കവികളുടേതുപോലെയും അതുപോലെ ഇംഗ്ലണ്ടിലെ കാൽപ്പനിക കവികളുടേതുപോലെയൊക്കെ സംഗീതമയമാണ് ബോബ് ഡിലൻ്റെ പോയട്രി എന്നാണ് പറയുന്നത്. ത്രൂ ഹിം വൺസ് ഐഡിയ ഓഫ് ലിറ്ററേച്ചർ ഹാസ് ചേഞ്ച്ഡ്. അതുപോലെ നമ്മളെ ബോബ് ഡിലനിൽ കൂടിയാണ് സാഹിത്യത്തിനൊരു പുതിയ മാനം കൈവന്നതെന്നാണ് പറയുന്നത്. Bob Dylan's lyrics are so nice that he is often compared to Shakespeare, William Blake, Arthur Rimbaud and Walt Whitman. അപ്പോൾ നമ്മുടെ ബോബ് ഡിലൻ്റെ
ലിറിക്കുകളൊക്കെ പലപ്പോഴും അവയുടെ ഭംഗികൊണ്ട് ഷേക്സ്പിയറിൻ്റെയും അതുപോലെ നമ്മളുടെ വില്യം ബ്ലേക്കിൻ്റെയും ആർതർ റിംബോർഡിൻ്റെയും വാൾട്ട് വിറ്റ്മാൻ്റെയും ഒക്കെ ലിറിക്കുകളുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്, കമ്പയർ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോബ് ഡിലൻ്റെ ലിറിക്സ് അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഷേക്സ്പിയറിൻ്റെയും വില്യം ബ്ലേക്കിൻ്റെയും അതുപോലെ ഇവരുടെയൊക്കെ ലിറിക്കുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. The general theme of Dylan's poetry is what happens around us at present. പിന്നീട് നമ്മളുടെ ബോബ് ഡിലൻ്റെ പോയട്രിയിലുള്ള തീംസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഈ സോങ്സ് ആർ ബേസിക്കലി ദോസ് ഓഫ് പ്രൊട്ടസ്റ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സോങ്സ് പ്രൊട്ടസ്റ്റ്, അതായത് വിപ്ലവാത്മകമാണെന്നാണ് പറയുന്നത്. ദേ ആർ റിട്ടൺ ഫോർ ദ ഓർഡിനറി പീപ്പിൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതായത് സാധാരണക്കാരായിട്ടുള്ള കറുത്ത വർഗ്ഗക്കാർക്കും അതുപോലെ വെളുത്ത വർഗ്ഗക്കാർക്കൊക്കെ വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള സോങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദേ ക്രിട്ടിസൈസ് റാസിസം, ബുർജോയ്സ് വേ ഓഫ് ലൈഫ്, നെഗേഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആൻഡ് വാമോങ്കറിങ്സ്. അപ്പോൾ ഇതിൽ പറയുന്നത്, അതായത് ക്രിട്ടിസൈസ് റാസിസം, അതായത് വർണ്ണവിവേചനത്തിനെതിരെയും അതുപോലെ പണക്കാരുടെ ജീവിത രീതി, സ്വാതന്ത്ര്യമില്ലായ്മ, യുദ്ധവെറി, ഇവക്കൊക്കെ എതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സോങ്സൊക്കെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. The Times They Are Changing is a legendary song that came out in 1963. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ് 1963 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോങ്ങാണ് ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ് എന്നുള്ളത്. ഇറ്റ് ഹാഡ് എ പർപ്പസ്. He wanted to write a big song, some kind of theme song with short concise verses that piled on each other in a hypnotic way. അപ്പോൾ അദ്ദേഹം കുറച്ചു ലെങ്തി ആയിട്ടുള്ള ഒരു സോങ് ഒരു നല്ല തീമോട് കൂടിയിട്ടും അതുപോലെ കൊച്ചു വരികളായിട്ട് മാസ്മരികമായ വിധത്തിൽ ഒന്നിന് പുറത്ത് ഒന്നായി അടുക്ക് വെച്ച വിധത്തിലൊക്കെ എഴുതണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പോയം എഴുതണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ഒരു തീം ബേസ്ഡൊക്കെ ആയിട്ടുള്ള ഒരു പോയം. അതുപോലെ നല്ല ചെറിയ വരികളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച രീതിയിലൊക്കെ എഴുതണമെന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാണെന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ടൈം ഓഫ് ദ ഹിപ്പി മൂവ്മെൻറ്റ് ആൻഡ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഹിപ്പി പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ കാലഘട്ടമായിരുന്നു അതെന്നാണ് പറയുന്നത്. ഡിലൻ ഗിവ്സ് എ കോൾ ടു പീപ്പിൾ ടു സ്റ്റാൻഡ് യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ഓൾ ഫോംസ് ഓഫ് ഇൻജസ്റ്റിസ്, പോവർട്ടി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓൾ വയലേഷൻസ് ഓഫ് ഹ്യൂമൻ ഫ്രീഡം. അപ്പോൾ ബോബ് ഡിലൻ എല്ലാത്തരം അനീതികൾക്കും അതുപോലെ പോവർട്ടി, ദാരിദ്ര്യത്തിനും വിവേചനത്തിനും സ്വാതന്ത്ര്യമില്ലായ്മക്കൊക്കെ എതിരായിട്ട് ഒത്തൊരുമിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആന്തം ഫോർ ദ ഒപ്രസ്ഡ്, ഡൗൺ ടു ദ യങ് പീപ്പിൾ ആൻഡ് എ വാർണിംഗ് ടു ദ ഒപ്രസേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എല്ലാം നല്ലതിനായിട്ട് മാറും എന്നൊരു ശുഭാപ്ത വിശ്വാസമൊക്കെ നമ്മളുടെ ഈ ഒരു പോയത്തിനുണ്ട് എന്നാണ് പറയുന്നത്. ടൈംസ് ദേ ആർ ചേഞ്ചിങ്, അതായത് കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഈ ഒരു സോങ്ങിൽ, അതായത് അവകാശങ്ങളില്ലാത്ത ചവിട്ടി മെതിക്കപ്പെട്ട യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗാനമാണിത്, ഒരു സോങ്ങാണിത് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ദുഷിച്ച അധികാരികൾക്കെതിരായിട്ടുള്ളൊക്കെ ഒരു താക്കീതാണ് നമ്മുടെ ഈ ഒരു ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയം. Okay, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.